ായിട്ട് നമുക്ക് നമ്മുടെ തലകള് ദിവസനയിലോട്ട് ശ്രമിക്കാം. നമ്മളുടെ ഹൃദയത്തെ ദിവസനി പകരാം. അതിന്റെ തിരുവഴുത്ത് പറയുന്നു, നിങ്ങളുടെ തലകളെ ഉയർത്തുക. സ്തോത്രം. മഹത്വത്തിന്റെ രാജാവ് കടന്നു വരും. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 24:7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 9-ാമത്തെ വാക്യം വീണ്ടും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാണ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. സ്തോത്രം. മഹത്വന്റെ രാജാവാ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനും നമ്മോട് സംസാരിക്കാനുള്ള ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ ഓരോരുത്തരും പറയാനുള്ള കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ തലകളെ ഉയർത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഈ ഡോർ എന്ന് പറയുന്നത് ബൈബിൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഡോർസ് ആൻഡ് ഗേറ്റ്സിനെയൊക്കെ ബൈബിൾ റെപ്രസെന്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12:7 നെഹമ്യാവ് 3:1 മുതൽ 6 വരെയും, അതുപോലെ അപ്പോസ്തല പ്രവർത്തികൾ 5:19 പ്രിസൺ ഗേറ്റ് ആയിട്ടും, അല്ലെങ്കിൽ സിറ്റി ഗേറ്റ് ആയിട്ടും, അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെ പ്രവേശന കവാടങ്ങളൊക്കെ ആയിട്ട് ഈ ഡോറുകളെ റെപ്രസെന്റ് ചെയ്യുന്ന നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇവിടെ ലിറ്ററലി അങ്ങനെ പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ, എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ നിങ്ങളുള്ള ബന്ധത്തിൽ പങ്കുവച്ച് ദൈവത്തിൽ ആശ്രയിപ്പാനും പ്രാർത്ഥിപ്പാനും ദിവസത്തിന് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നമുക്കറിയാം, നമ്മള് തല താഴ്ത്തുന്ന അനുഭവം വരുമ്പോഴാണ് സ്തോത്രം തല ഉയർത്താൻ പറയും, അല്ലെങ്കിൽ തല കുനിച്ചിരിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോഴാണ് തല ഉയർത്താനായിട്ട് ഹല്ലേലൂയ നാം ശ്രമിക്കുകയും അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നാം ചിന്തിക്കണം, നമ്മുടെ തലകൾ താഴ്ന്നു പോകുവാൻ അല്ലെങ്കിൽ കുടുങ്ങി പോകുവാൻ, നമുക്കറിയാം തല താഴ്ത്തി വെച്ചുകൊണ്ട് നമുക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ തട്ടി വീഴാൻ ഇടയാകും, അല്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് മനസ്സിലാകാതെ പോകും, അല്ലെങ്കിൽ നമ്മുടെ ദിശ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഈവൻ സത്യം പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല തല താഴ്ത്തി വെക്കുകയാണെങ്കിൽ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ തല താഴ്ത്തി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫ്ലോയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് സാധ്യമാകത്തില്ല ലൈഫിൽ. സ്തോത്രം. എന്നാൽ ഈ പകൽക്കാലം നാം ചിന്തിക്കണം, ഹല്ലേലൂയ, നാം തല താഴ്ത്തി വെക്കുമ്പോൾ സ്തോത്രം നമ്മൾ എല്ലാറ്റിനും ഒരു വിഡ്രോവൽ അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എങ്ങോട്ട് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളിലോട്ട് തന്നെ വലിയുന്ന, അല്ലെങ്കിൽ സ്തോത്രം നമ്മളിലോട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷന് തല താഴ്ത്തി വെക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഈ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറഞ്ഞു വന്നതുപോലെ തല ഉയർത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല. സത്യം അതായിരിക്കുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ തല താഴ്ത്തിയിരിക്കുന്നിടത്തോളം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ, ഈ പകൽക്കാല ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ തലകളെ ഉയർത്തുക. ഹല്ലേലൂയ. നിങ്ങളുടെ തലകൾ ഉയർത്തിയെങ്കിൽ മാത്രമേ പുറം ലോകത്തിന് കാണാൻ സാധിക്കത്തുള്ളൂ. ദൈവിക പദ്ധതികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കത്തുള്ളൂ. ബൈബിളിലെ എല്ലാ ജീവിതങ്ങളെയും നാം പരിശോധിച്ച് നോക്കുമ്പോൾ സ്തോത്രം, തല താഴ്ത്തുന്ന അനുഭവങ്ങൾ പലപ്പോഴും അവരൊക്കെ ജീവിത പടകിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവര് ശ്രമിച്ചു, എനിക്ക് തല ഉയർത്തണം. മറ്റാരും ഒന്നും അവരെ തല ഉയർത്തിയിട്ടല്ല. അവരൊരു തീരുമാനമെടുക്കുക, എനിക്ക് തല ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ പ്രശ്നങ്ങൾ ഇവിടെ കുടുങ്ങി പോകത്തില്ല, ഞാൻ ഇതുകൊണ്ട് ഇവിടെ തകർന്നു പോകത്തില്ല. അവർ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് അവരെ സഹായിപ്പാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഏലിയാവിനെ കുറിച്ചൊക്കെയും പഠിക്കുമ്പോൾ സ്തോത്രം, ജീവിതത്തിൽ പലപ്പോഴും ജീവിതം തന്നെ മടുപ്പ് തോന്നിയ സാഹചര്യങ്ങളിൽ ഇനി മുന്നോട്ടില്ല എന്നൊക്കെയും മനസ്സിൽ പറഞ്ഞ് തല താഴ്ത്തിയിരിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഒതുങ്ങിക്കൂടുന്ന അനുഭവങ്ങൾ. എന്നാൽ അവിടേക്കെയും ഏലിയാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി ഒരു ഓപ്ഷൻ എനിക്ക് മുന്നോട്ടില്ല എന്ന് നാം വിലയിടുന്ന ചില സമയങ്ങൾ നമ്മുടെ തല താഴ്ന്നു പോകുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർ അതിന് കാരണമായിരിക്കാം, സാഹചര്യങ്ങൾ അതിന് കാരണമായിരിക്കാം. എന്നാൽ സ്തോത്രം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുമ്പോൾ, ഇനി എനിക്കും ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലെ അവസ്ഥകൾക്ക് വ്യത്യാസം വരത്തില്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരിക്കലും ആരോഗ്യ
ആരോഗ്യവാനായിട്ടിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെയും മനസ്സിൽ ചിന്തിച്ച് ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് എനിക്കോ എൻ്റെ കുടുംബത്തിനോ പുറത്തു വരാൻ കഴിയത്തില്ല, ഞങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ തല ഇനി ഉയരാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ മനസ്സിൽ പിശാച് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതിനെ എതിർത്ത് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഹാലയില് പറയണം, അതിനെതിരെ പറയണം. ഒരുപക്ഷെ ഞാൻ ഇപ്പൊ കുടുങ്ങിയിരിക്കും, ഒരുപക്ഷെ ഞാൻ ഇപ്പൊ തല താഴ്ത്തിയിരിക്കുന്ന അനുഭവം ആയിരിക്കാം, പക്ഷെ ഞാൻ പുറത്തു വരികയാൻ പോവുക. സ്തോത്രം. എനിക്ക് വൻ കാര്യങ്ങളെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. സ്തോത്രം. ചില അനുഗ്രഹങ്ങളെ ഞാൻ തേടി പിടിക്കാൻ പോവുക, ഞാൻ പിന്തുടരാൻ പോവുക. കാരണം അനുഗ്രഹത്തിന്റെ അധിപതിയാകുന്ന യേശു എൻ്റെ മുൻപിൽ നടക്കുന്നത് കൊണ്ട് സ്തോത്രം, ഞാൻ തല ഉയർത്തുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തല ഉയർത്തുമ്പോൾ സ്തോത്രം, എന്താ ദൈവങ്ങളെ സംഭവിക്കുന്നത്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്തോത്രം, ആ രാജാവ് പ്രവേശിച്ചാൽ, ആ പ്രസൻസ് പ്രവേശിച്ചാൽ നമ്മുടെ തല താനെ ഉയരും കേട്ടോ. സ്തോത്രം. നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ കൂടെ കാണത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ ഈ പകൽക്കാല നിയമങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒരിക്കലും നമ്മളെ താഴ്ത്തിക്കളയാൻ, നമ്മുടെ തലയെ താഴ്ത്തിക്കളയാൻ അനുവദിക്കരുത്. ദൈവം തന്ന വാഗ്ദത്തങ്ങളിലോട്ട് നമ്മൾ നോക്കുക, ദൈവത്തിന്റെ ശക്തിയിലോട്ട് നമ്മൾ നോക്കുക. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളോ മറ്റൊന്നും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള യാതൊന്നും നമ്മുടെ തലയെ താഴ്ത്തിക്കളയുവാൻ അനുവദിക്കരുത്. സ്തോത്ര. സങ്കീർത്തനം 24:7 പറയുന്നത് പോലെ നമ്മുടെ തലകളെ ഉയർത്തുവാൻ നാം തയ്യാറാകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഈ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 55:8-9 വാക്യങ്ങൾ പറയുന്നത് പോലെ the one who controls the universe and the ways you can't imagine. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുവാൻ കഴിവുള്ള ദൈവം. നമ്മൾ മനസ്സിൽ പറയണം, ഈ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിൽ ഡിഫീറ്റസ്റ്റ് ആയിട്ടുള്ള ആ തോട്ട്സ് ഒക്കെ പിശാച് വന്നിറക്കുമ്പോൾ ഫീൽഡ് ആയിട്ടുള്ള ചില ഡിക്ലറേഷൻസ് നമ്മൾ തന്നെ പുറത്തുവിടാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ തല താനെ ഉയരാൻ തക്കൊണ്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ ചിന്തിക്കണം? അല്ല, ചില നന്മകൾ ഈ വിഷയത്തോളം ബന്ധത്തിൽ എനിക്ക് വേണ്ടി സംഭവിക്കാൻ പോവുക, ഞാൻ ഇവിടെ തളർന്നു പോകത്തില്ല. സ്തോത്രം. കാരണം ദൈവത്തിന്റെ പ്ലാനുകൾ എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ എപ്പോഴും നന്മയ്ക്കാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അതിനു മധ്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഞാനിപ്പോ അത് കാണുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ എനിക്കിപ്പോ അത് അനുഭവിക്കാൻ കഴിയത്തില്ലായിരിക്കും, ഒരുപക്ഷെ എൻ്റെ കൈ ഇപ്പൊ അതിനെ തൊടുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുക, എൻ്റെ ദൈവം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അത് കാണാൻ പോയി, ഞാനും എൻ്റെ കുടുംബവും അത് അനുഭവിക്കാൻ പോവുക. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നന്മയ്ക്ക് മാത്രമാ. സ്തോത്രം. ഒരു പോയറ്റിക്കൽ ലാംഗ്വേജില് 24-ാം സങ്കീർത്തനം 7-10 വരെയുള്ള വാക്യങ്ങളെ സങ്കീർത്തനക്കാരൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ വേറൊരു സത്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദ എൻട്രൻസ് ഓഫ് ദ കിങ്സ് ഗ്ലോറി, ആ രാജാവിന്റെ മഹത്വം എൻട്ര ചെയ്യുന്നത് രാജാവിന്റെ തന്റെ ടെമ്പിളായ അല്ലെങ്കിൽ തന്റെ കിങ്ഡത്തിലോട്ട്. കിങ്ഡം എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്തോത്രം, നമ്മളുടെ ഓരോരുത്തരും ജീവിതത്തിലോട്ട് രാജാവായ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സംഗീതക്കാരൻ പറയുന്നത് സ്തോത്രം, ജെറുസലേം ടെമ്പിളോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സിംബോളൈസ് ചെയ്ത് പറയുമ്പോൾ അവിടെ ആ ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടെ പറയുന്നത് പണ്ടേയുള്ള കഥകളെ എന്ന് പറയുമ്പോൾ ആൻഷ്യന്റ് ഗേറ്റ്സ് എന്നാ പറയുന്നത്, എവർലാസ്റ്റിംഗ് ഗേറ്റ്സ്. ഓരോ ദൈവമക്കളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയും സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തു നമ്മളിൽ എന്നും ഒരു ബൗണ്ടറി വെക്കാതെ എപ്പോഴും കർത്താവ് നമ്മളിൽ പ്രകാശിക്കണമെന്നും ദൈവത്തിന്റെ മഹത്വത്തെ ക്യാരി ചെയ്യുന്ന പാത്രങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്നും ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയിരിക്കുന്ന ടെമ്പിൾ, ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ വർഷിപ്പിംഗ് ഗോഡ്. കർത്താവിനെ എപ്പോഴും ആരാധിപ്പാനും എപ്പോഴും മഹത്വം കരയറ്റാനുമുള്ള ഒരു ടെമ്പിൾ നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചിന്ത അതിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, സകലത്തിനും അധികാരമുള്ള കർത്താവ്, സകല നാമത്തിനും മേലെ ഉയർന്നിരിക്കുന്ന നാമമുള്ള കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഗേറ്റ് തുറന്ന് ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ നമ്മൾ അനുവദിക്കുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാരിയേഴ്സ് കൊണ്ട് അതിനെ തടഞ്ഞു വെക്കുവാനല്ല, ആ കർത്താവിന്റെ പവറിനെ തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ ആ ആരാധന നമ്മുടെ ഉള്ളിൽ ഉയരാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ മഹത്വത്തിൽ രാജാവ് പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങളെ
ഓപ്പൺ ചെയ്തിടുവാൻ സ്തോത്രം. അതിനെ ഹാലലുയ സ്തോത്ര ഗേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ചില തടസ്സങ്ങളായിരിക്കാം, ചില വെല്ലുവിളികളായിരിക്കാം. ഹാലലുയ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമായിരിക്കുന്ന സകലത്തെയും മാറ്റിക്കളഞ്ഞിട്ട് ഹാലലുയ സ്തോത്രം ദൈവ മഹത്വം നമ്മുടെ ഭവനത്തിൽ നമ്മളിൽ വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്നത് ആക്ഷന് കയറ്റുന്ന പണ്ടേയുള്ള കഥകൾ ഒരുപക്ഷെ ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതൊരു ടൈം ഇല്ലാത്തതാ സ്തോത്രം. ഹാലേലുയ ദൈവത്തിന്റെ പ്രസൻസ് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം ദൈവം സമയത്തിന് അപ്പുറം നിൽക്കുന്ന ദൈവമായതുകൊണ്ട് ഹാലേലുയ ആ പ്രസൻസിനെ അതിശക്തമായി നമ്മളിൽ വെളിപ്പെടുത്തുവാൻ സ്തോത്രം നമ്മൾ ആ ഗേറ്റിനെ തുറന്നിട്ട് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ നിറയാൻ ഇടയായിത്തീരും. നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതം ഒരു മഹത്വമുള്ള ഭവനമായി മാറും, ഒരു ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് ഈ പകൽക്കാലം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കേ സ്തോത്രം. ഞാനും എന്റെ കുടുംബവും ദൈവ മഹത്വം കാണും. ഹാലലൂയ. എന്റെ ഭവനം ദൈവ മഹത്വം കാണും. ഞങ്ങൾ തല താഴ്ത്തുകയില്ല, ഞങ്ങൾ തല ഉയർത്തുക തന്നെ ചെയ്യും. കാരണം തല ഉയർത്തിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ മാനിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ ഉയർത്തുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ തല താഴ്ത്തത്തില്ല, എന്റെ ഭവനം ലജ്ജിച്ചു പോകത്തില്ല. ഈ വിഷയങ്ങളുടെ മധ്യയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയാളികളായി പുറത്തു വരും എന്നുള്ളൊരു ധൈര്യം ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സകല സ്പിരിച്വൽ ബാരിയേഴ്സും, എല്ലാ ഡൗട്ട്സും, എല്ലാ ഭയങ്ങളും, ദൈവിക പ്രസൻസിനെ വഹിക്കാൻ കഴിയാതെ മുള്ള സകല ഒബ്സ്റ്റാക്കിൾസും യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം നീങ്ങിപ്പോകട്ടെ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭവനത്തിൽ ഹാലേലൂയ നിങ്ങളുടെ ഒറ്റയ്ക്കാക്കുന്ന അനുഭവങ്ങളെ പലപ്പോഴും വെർബൽ ഫൈറ്റുകൾ മുഖേന നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്ന ചില അനുഭവങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെ ഒപ്രസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ് ഈ പകൽക്കാലം തിരിച്ചറിയണം. അതൊരു ഒപ്രസിങ് സ്പിരിറ്റാ. അതിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ച് അതിൽ നിങ്ങൾ കുടുങ്ങി പോകുവാൻ അനുവദിക്കരുത്, അതിൽ നിങ്ങൾ ഒതുങ്ങി പോവാൻ അനുവദിക്കരുത്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് കേട്ടോ. കഥാ തന്നൊരു വെളിപ്പാട് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഫൈറ്റുകൾ, വാക്കുകളാലുള്ള ചില യുദ്ധങ്ങൾ ഭവനത്തിൽ അകത്ത് നടന്നിട്ട് നിങ്ങളെ ഒതുക്കി കളയുവാൻ, നിങ്ങളുടെ വായെ ഒതുക്കുവാൻ തലയെ താഴ്ത്തിക്കളയുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നസ്രേനായ യേശു അങ്ങനെ ഒപ്രസ് ചെയ്യുന്ന അങ്ങനെ കർത്താവെ ഭാരം അനുഭവിക്കുന്ന ചിലതിനെ കേൾക്കുന്നുണ്ടല്ലോ കർത്താവ്. ഈ പകൽക്കാലം ദൈവത്തിന്റെ സ്വസ്ഥത, ദൈവത്തിന്റെ സമാധാനം ഒരു സ്ഥലത്ത് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ആ ഒപ്രസിംഗ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭവനത്തിലും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല ഒപ്രസിയുന്ന സ്പിരിറ്റുകൾ അത് ജോലി മേഖലയിലാണെങ്കിലും ഭവന അന്തരീക്ഷത്തിലാണെങ്കിലും നിങ്ങളുടെ ന്യായത്തെ കുറിച്ച് പറയാൻ പോലും കഴിയാതെ വണ്ണം നിങ്ങളെ ഒപ്രസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തല താഴ്ത്തിക്കളയാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു പൈശാചിക വ്യാപാരം യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങനെ കരങ്ങൾ ഞങ്ങൾ ഏവരെയും താഴ്മയോടെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.